നിങ്ങൾക്ക് ഞാൻ പറയുന്ന വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടോ? എല്ലാ ആളുകളും ഒന്ന് ടൈപ്പ് ചെയ്തേ. പുതുതായിട്ട് വന്ന ആളുകളും കൃത്യമായിട്ട് എല്ലാ ആളുകൾക്കും വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ? ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് സ്പീഡ് ആക്കണേ. ഓക്കെ, എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കിട്ടുന്നുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ഒരു അഫർമേഷൻ ആണ്. നിങ്ങൾക്ക് ഒരുപാട് മണി മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് അഫർമേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. വളരെ പവർഫുൾ ആയിട്ടൊരു അഫർമേഷനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് താഴെ നമ്മുടെ കമന്റ് സെക്ഷനിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാവും. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ ഫ്രീ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് നമ്മുടെ കൂടെ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അത് കൂടാതെ നമ്മൾക്ക് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന നമ്മുടെ പെയ്ഡ് ക്ലാസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫുകളൊക്കെ ഇല്ലാതാക്കുന്നതും ഹീലിങ്സും ഒക്കെ ഉള്ള പവർഫുൾ ആയിട്ടുള്ള പവർ പാക്ഡ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മൾ ആ ഒരു ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഇടുക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും അതുകൂടാതെ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. എങ്ങനെ നമുക്ക് കൂടുതലായിട്ട് മണി മാനിഫെസ്റ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിപ്പിച്ചു തരുന്ന അഫർമേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ഇപ്പം ഒരുപാട് ആളുകൾ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഇഷ്ടംപോലെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ആളുകൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം വെച്ച് അവർക്ക് ആഗ്രഹിക്കുന്ന പണം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിലും ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്തേ. ഒന്ന് ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്തേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പണം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്? എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ചെയ്തോളൂ. ഞാൻ അതിലേക്ക് കടക്കുന്ന സമയം കളയുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ മണി മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് നിങ്ങൾ അതിൽ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ്. അതായത് ഒരു മാസം 10,000 രൂപ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി അയാള് 10,000 രൂപയിൽ കംഫർട്ടബിൾ ആണ്. 10,000 രൂപ എന്ന് അയാൾ മനസ്സിൽ പറയുമ്പോൾ അയാൾ അതിൽ കംഫർട്ടബിൾ ആണ്. അതിൽ അയാൾക്ക് 10,000 രൂപ അയാൾക്കൊന്നും, അതിൻ്റെ അകത്ത് പിന്നെ അയാൾ വളരെ കംഫർട്ടബിൾ ആണ്. ഒരു മാസം സുഹൃത്തിനടുത്ത് പോയി എത്ര രൂപ കിട്ടി? 10,000 രൂപ കിട്ടി. ആ സുഹൃത്തും പറഞ്ഞു, 10,000 രൂപ കംഫർട്ടബിൾ ആണ്. അതേസമയം അയാൾ 30,000 രൂപ കിട്ടുന്ന ഒരാളാ, 30,000 രൂപ അയാൾക്ക് കിട്ടിയോ, അയാളൊരു വലിയൊരു സംഖ്യയായിട്ട് അതിനെ കാണും. എസ് ഓർ നോ? അങ്ങനെയല്ലേ? എസ് ഓർ നോ? എബ്രാഹിം ഹിക്സ് എപ്പോഴും പറഞ്ഞു, ചാനൽ ടൈപ്പ് നിങ്ങളെ റെസ്പോൺസ് കൂടെ വേണം, എങ്കിലേ ഈ ക്ലാസ് ലൈവായിട്ട് സൂമി അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ റെസ്പോണ്ട് ചെയ്യാം. നിങ്ങൾ ഓരോരുത്തർക്കും അപ്പം ആ ഒരു എമൗണ്ട് നിങ്ങൾ അറ്റൈൻ ചെയ്യുന്നത് നിങ്ങൾ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്? നിങ്ങൾക്ക് ആ ഒരു പൈസ, ആ 10,000 കംഫർട്ടബിൾ ആയിപ്പോയി. നിങ്ങൾ 10,000 മാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൽ മാത്രം നിങ്ങൾ കംഫർട്ടബിൾ ആയാൽ 30,000 വലിയൊരു സംഖ്യയായിട്ട് കാണുന്നു. ഒരു ഗവൺമെന്റ് ജോലി കിട്ടുമ്പോൾ 30,000 രൂപ, 36,000 രൂപ, 40,000 രൂപ, അതിൽ നമ്മൾ കംഫർട്ടബിൾ ആണ്. 1,00,000 രൂപ കിട്ടുന്ന ഒരാളെ കണ്ടാൽ അയ്യോ അത്രയും 1,00,000 രൂപയോ? അല്ലെങ്കിൽ 5,00,000 രൂപ മാസം ഉണ്ടാക്കുന്ന ഒരാളെ കണ്ടാൽ അയ്യോ 5,00,000 രൂപ. എസ് ഓർണോ? ശരിയല്ലേ? അപ്പൊ 1,00,00,000 രൂപ നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഈ വലിയ MA യൂസഫ് അലി വലിയ ബിസിനസ്സുകാരൊക്കെ 65,000 കോടി രൂപ അവരതിൽ കംഫർട്ടബിൾ ആണ്. നമ്മൾ പല ആളുകളും മറ്റു പല സംഖ്യയിലുമാണ് കംഫർട്ടബിൾ. അതുകൊണ്ട് മാത്രമാണ് MA യൂസഫ് അലി എന്ന് പറയുന്ന, ഇന്നിപ്പോ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞ കാര്യമാണ്, MA യൂസഫ് അലി എന്ന് പറയുന്ന ആ അദ്ദേഹത്തെ പോലെ തന്നെ ഈക്വലി എന്താണ് ഇതായിട്ടുള്ള ഒരാളാണ് നമ്മൾ. ഇന്നിപ്പോ ഞാൻ തമാശയായിട്ട് ഇന്ന് നടന്നൊരു കാര്യം പറയും, പക്ഷെ വീട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടത്തരം പറയുമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് തമാശയ്ക്ക് പറഞ്ഞു, ഞാൻ ഈ ലാഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ അവർക്ക് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ നോക്കൂ, ഞാൻ ആ ഈ തീ ഉണ്ടല്ലോ, കാരണം ഞാൻ എപ്പോഴും പറയാം നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ പറയുന്ന ഒരു പൂവിനെ പോലും വാടിക്കാൻ നമുക്ക് സാധിക്കുമെന്ന്
പറയുന്ന പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ ഈ തീ നോക്കിക്കോ, നിങ്ങളിപ്പോ നല്ല രീതിയിൽ പുക മീൻസ് ചെറുതായിട്ട് വളരെ ചെറിയ രീതിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കത്തുന്നില്ല കുറെ നേരം. ഞാൻ എൻ്റെ മെന്റൽ പവർ കൊണ്ട് അല്ലെങ്കിൽ മനസ്സിന്റെ പവർ കൊണ്ട് ഈ തീ കത്തിക്കും എന്ന് പറയും. അപ്പൊ ഇവര് പറഞ്ഞു നോർമലി പുകയില്ല, കുറച്ചു കഴിയുമ്പോൾ കത്തും. പക്ഷെ ഇതില്ല, ഞാൻ ഇത് മനസ്സിൽ തീ കത്തുന്നു, തീ കത്തുന്നു, തീ കത്തുന്നു, പെട്ടെന്ന് കത്തുന്നു, പെട്ടെന്ന് കത്തുന്നു പറയുമ്പോൾ പെട്ടെന്ന് പോകും. നിങ്ങൾ അത് ഞാൻ അതിശയിച്ചു പോയി. പെട്ടെന്ന് ഞാൻ ജസ്റ്റ് ട്രൈ നടത്തിയാണ്, അങ്ങനെ എന്ത് സംഭവിക്കും നമുക്ക് അറിയില്ലല്ലോ. പെട്ടെന്ന് അത് പുകയാൻ തുടങ്ങി. കുറച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കുറച്ച് കഴിയുമ്പോൾ അത് കത്തി. അപ്പൊ ഞാൻ പിന്നെ ആ സമയത്താണ് മുന്നേ ഞാൻ നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന ഒരു പൂവിനെ പോലും വാടിക്കാൻ സാധിക്കും, അതേ കണക്കാണ് പ്രകൃതിയിലെ ഉള്ള ഒരു സംഭവത്തെ പോലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ മനസ്സുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് പറഞ്ഞു വന്നു. അപ്പൊ നമ്മള് ആ കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടാണ്, നമ്മൾക്ക് അത് വലിയ എന്തോ ആണ്. എബ്രാഹിംസ് എപ്പോഴും പറയുന്നതാണ്, നമ്മള് 1000 രൂപ ഉണ്ടാക്കാനും മനുഷ്യനായി പിറന്ന എല്ലാവർക്കും അതൊരു എനർജി ബേസ്ഡ് യൂണിവേഴ്സ് ആണ്. മണി ഈസ് ആൻ എനർജി. എപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറയുന്നതാണ്, മേക്കിംഗ് മണി സൂപ്പർ ഈസി. നമുക്ക് പല ആളുകൾക്കും പൈസ ഉണ്ടാക്കാൻ പാടായി മാറിയത് മേക്കിംഗ് മണി ഈസ് ഡിഫിക്കൽട്ട് എന്ന് നമ്മൾ കേട്ട് വളർന്നത് കൊണ്ടാണ്. പൈസ ഉണ്ടാക്കുന്ന കഷ്ടപ്പാട് നമ്മൾ കണ്ടു വളർന്നത് കൊണ്ടാണ്. നമ്മുടെ അച്ഛനും അമ്മയും പൈസ ഉണ്ടാക്കുന്ന കഷ്ടപ്പെട്ടിട്ടാണെന്നുള്ളത് കണ്ടു വളർന്നത് കൊണ്ടാണ് പല ആളുകൾക്കും പൈസ ഉണ്ടാക്കാനായിട്ട് വളരെ പാടായിട്ട് മാറിയിട്ടുള്ളത്. അതേസമയം അത് കാരണം നമ്മൾ റിപ്പീറ്റഡ് പ്രോഗ്രാംസ് ആണ്. എന്താണോ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ, എബ്രാഹിംസ് എപ്പോഴും പറഞ്ഞ കാര്യം, ദിസ് ഈസ് എ വൈബ്രേഷൻ ബേസ്ഡ് യൂണിവേഴ്സ്. നമ്മളൊരു ഫിസിക്കൽ ബീയിങ്ങിനപ്പുറത്തേക്ക് വൈബ്രേഷൻ ബീയിങ് ആണ്. ജോ ഡിസ്പെൻസ പറയുന്നത് പോലെ നമ്മൾ ഒരു ചിന്ത എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക്, നമ്മുടെ പേഡ് ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പുറപ്പെടുവിക്കുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ ബോഡിയിലെ സെൽസിന് എപ്പിജെനറ്റിക്സും തിയറി ഉണ്ട്. തൈറോയിഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി, ഒരു 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 സംഭവം ഒരാളുടെ മനസ്സ് ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്തു, ആകെ ലിവർ മാത്രമാണ് റീജനറേറ്റ് ചെയ്യുന്ന. ആ തൈറോയിഡ് എന്ന് പറഞ്ഞൊരു ഇത് ഓർഗൻ പോലും റീജനറേറ്റ് ആയി എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷന്റെ പവർ ഉണ്ട്. അതാണ് അത്രയും നടന്ന കാര്യമാണ്, അത്രയും പവർഫുൾ ആണ് മാനിഫെസ്റ്റേഷൻ. അപ്പോൾ പൈസയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ റിലേഷൻഷിപ്പുകളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിനെ അപേക്ഷിച്ച് പൈസ ഉണ്ടാക്കാൻ എളുപ്പമാണ്? കാരണം നമ്മുടെ പാസ്റ്റ് മെമ്പേഴ്സിന് അറിയാം എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പുകളെ അപേക്ഷിച്ച് പൈസ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ഇന്ററാക്റ്റീവ് ആവണേ. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നു പറയാം, എന്തുകൊണ്ടായിരിക്കും നമുക്ക് പൈസ ഉണ്ടാക്കുന്നത് എളുപ്പമായി മാറുന്നത്? അത് കഴിഞ്ഞ് നമുക്ക് അഫർമേഷനിലേക്ക് വരാം. പെട്ടെന്ന് പറഞ്ഞേ, സമയം കളയരുത്. എന്തെങ്കിലും ഗസ് ചെയ്തോളൂ. നിങ്ങളൊന്ന് ഇന്ററാക്റ്റീവ് ആയി ഓരോരുത്തരും ജസ്റ്റ് ഗസ് അടിക്കുക. അതിന് കാരണം എന്നുള്ള വേറൊന്നുമല്ല, പൈസ എന്ന് പറയുന്നത് ഒരു പൈസയ്ക്ക് ഫ്രീ വില്ലില്ല. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് പൈസയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പൈസയ്ക്ക് ഫ്രീ വില്ലില്ല. നമുക്ക് അഫർമേഷനിലേക്ക് കടക്കാം. എന്താണ് അഫർമേഷൻ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഐ ആം കംഫർട്ടബിൾ ഇൻ മേക്കിംഗ് 2 lakh rupees per month. ഐ ആം കംഫർട്ടബിൾ ഇൻ മേക്കിംഗ് 5 lakh. ആദ്യം ചെറിയ എമൗണ്ടിൽ നിന്ന് ചെറിയ ചെറിയ ജമ്പുകൾ വരുത്തുക. നിങ്ങൾ വലിയ എമൗണ്ട് ആണെങ്കിലും കുഴപ്പമില്ല. ഐ ആം കംഫർട്ടബിൾ ഇൻ മേക്കിംഗ് 1 crore rupees in month. ഐ ആം കംഫർട്ടബിൾ ഇൻ മേക്കിംഗ് 10 crore rupees in month. ഐ ആം കംഫർട്ടബിൾ ഇൻ മേക്കിംഗ്. കാരണം ഒരുപാട് ആളുകൾ ഈ ലോകത്ത് 10 crore rupees മേക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുണ്ടെന്നേ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ഒന്നാലോചിച്ച് നോക്കിയേ, ഇപ്പോ നമ്മൾ ആദ്യം ഓരോ ലക്ഷ്യം നേടിയെടുക്കുന്ന സമയം നമ്മുടെ മൈൻഡ് സെറ്റ് മാറിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പൊ 1000 ഉണ്ടാക്കുന്നവന് 10,000 ഉണ്ടാക്കാനുള്ള കൊതി ഉണ്ടാവും, 10,000 ഉണ്ടാക്കുന്നവന് ലക്ഷങ്ങൾ. എം എ യൂസഫലി സാറിന് 65,000 കോടി, അദ്ദേഹം നിർത്തിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഐ ആം കംഫർട്ടബിൾ ഇൻ മേക്കിംഗ് ദിസ് മച്ച് 2 crore rupees per month. ഐ ആം കംഫർട്ടബിൾ ഇൻ മേക്കിംഗ് 100 crore rupees in months. 2 crore കംഫർട്ടബിൾ ആയ 100 crore rupees ആവും. അപ്പൊ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് അടുത്ത മാസങ്ങളിൽ ഏത് എമൗണ്ട് ആണോ നിങ്ങൾ മേക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. ഐ ആം കംഫർട്ടബിൾ ഇൻ മേക്കിംഗ് ഇത്ര. ഇതാണ് അഫർമേഷൻ, പവർഫുൾ സ്മാർട്ട് അഫർമേഷൻ ആണ്. ഞാൻ കംഫർട്ടബിൾ ആണ്. ആദ്യമാക്കി ഞാൻ എപ്പോഴും പറയുന്നു, ഈ അഫർമേഷൻസ് എങ്ങനെ റിയാലിറ്റി ആക്കി മാറ്റാന്നുള്ളത് നമ്മൾ പല ക്ലാസ്സിലും ഫ്രീ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം. ആദ്യം നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസിനെ റിജക്റ്റ് ചെയ്യും. കാരണം സബ് കോൺഷ്യസിന്റെ ഫ്രണ്ടിൽ ഈ നിങ്ങളുടെ എമൗണ്ട് ഇല്ല, നിങ്ങളുടെ ഈ മാസം ആ പൈസ ഉണ്ടാക്കുന്നില്ല. പക്ഷെ രണ്ടാമത് നിങ്ങൾ അഫർമേഷൻ, ഇത് മാത്രമല്ല മറ്റു പല അഫർമേഷൻസും രണ്ടാമത് ചെയ്യുമ്പോൾ കുറെ നിങ്ങൾ ചെയ്യുമ്പോൾ
ഈ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം, അല്ലെങ്കിൽ മാർഗത്തിനപ്പുറത്തേക്ക് രണ്ടാമത്തെ കേസിൽ പല സ്ഥലങ്ങളിലും ഇതിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കാണും, അല്ലെങ്കിൽ മാർഗം തരും. പല ക്ലാസ്സസോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. മൂന്നാമത്തെ കേസ് ആയിരിക്കും കറക്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിൽ ആ ഓപ്പർച്യൂണിറ്റി വരികയും അത് നിങ്ങളുടെ റിയാലിറ്റി ആയി മാറുകയും ചെയ്യുന്നത്. അപ്പം സബ് കോൺഷ്യസിൽ എന്ത് റിപ്പീറ്റ് ചെയ്യുമ്പോഴും ആദ്യം അത് റിജക്റ്റ് ചെയ്യും. ബുദ്ധൻ പറഞ്ഞ കറക്റ്റാണ്. വാട്ട് യു തിങ്ക് യു ബിക്കം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഭയങ്കരമായി ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല പൈസ ഉണ്ടാക്കാൻ. കാരണം ഇതൊരു എനർജി ബേസ്ഡ് യൂണിവേഴ്സ് ആണ്. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. എഴുതി തരാം, എൻ്റെ ലൈഫ് എക്സാമ്പിൾ എന്ന് പറയാം. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. ഇന്നിപ്പോൾ എനിക്കൊരു സെയിൽ നടന്നു, ഞാൻ എൻ്റെ എനർജറ്റിക്കലി കൃത്യമായിട്ട് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോസസ്സ് ഉണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എനർജറ്റിക്കലി അലൈൻഡ് ആയി, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പ്രോസസ്സുകളുണ്ട്. ഓട്ടോമാറ്റിക്കലി ഇന്ന് എനിക്ക് വേണ്ട എമൗണ്ട് എൻ്റെ കയ്യിൽ വന്നു എന്നുള്ളതാണ്. ഇന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് വേണ്ട എമൗണ്ട് എൻ്റെ ഫ്രണ്ടിൽ വന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്താ അത് അത് കാരണം എവിടെന്നോ ഞാൻ എന്നോ ചെയ്തു വെച്ചൊരു വീഡിയോ, ഒരു സംഭവത്തിൽ നിന്ന് ലാ ഓഫ് അട്രാക്ഷനിലോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു ക്ലയന്റ്, എന്നോ എൻ്റെ ഒരു ഗ്രൂപ്പിലുള്ള ഒരു ക്ലയന്റ് എനിക്ക് വേണ്ട എമൗണ്ട് കൃത്യമായിട്ട് പേ ചെയ്തു. അപ്പൊ ഞാൻ പറയുന്ന വേറൊന്നുമല്ല, ഇതൊരു എനർജി ബേസ്ഡ് യൂണിവേഴ്സാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയാൽ കാശ് കിട്ടില്ല, കിടന്നുറങ്ങിയാൽ കാശ് കിട്ടും തെറ്റിദ്ധാരണ വേണ്ട. കാരണം കിടന്നുറങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്റിറോൺ, നമ്മുടെ ബേഡ് ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് വിട്ടുതരാം. അതായത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ ടെസ്റ്റോസ്റ്റിറോൺ നമുക്ക് സ്ട്രെയിറ്റ് ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ പ്രശ്നമുണ്ടെങ്കിൽ എല്ലാ ദിവസവും, അതുകൊണ്ടാണ് നീ കിടക്കുന്നവന്റെ ജീവിതം മുടിയെന്നൊക്കെ ആളുകൾ പറയും, അല്ലെങ്കിൽ മടിയൻ മലജമൊക്കെ എന്ന് പറയാൻ കാരണം എന്താണ്? അവന്റെ ബോഡി ലാംഗ്വേജ് തന്നെ മാറി. അവൻ കിടക്കുമ്പോൾ അവന്റെ ബോഡിയിൽ ടെസ്റ്റോസ്റ്റിറോണോ അല്ലെങ്കിൽ സ്ത്രീകളിലും ഉണ്ട്, നമുക്ക് ആ ഹോർമോണൽ വർക്കിംഗ് ഉണ്ടാവില്ല. നമുക്ക് നൂന്നിരിക്കുമ്പോൾ സ്പൈൻ എറക്റ്റ് ആകുമ്പോഴായിരിക്കും നമുക്ക് മാനിഫെസ്റ്റേഷൻ, നമുക്ക് ആക്റ്റീവ് ആവും. നമ്മളെപ്പോഴും പറയും സന്തോഷത്തോടെ ഇങ്ങനെ നൂന്നിരിക്കുക, കൈയൊക്കെ പൊക്കുന്ന ആളിനൊരിക്കലും ഇങ്ങനെ ഇരിക്കുന്ന ആൾക്ക് ഒരിക്കലും കരയാൻ പറ്റില്ല. അയാൾ ഹോർമോണലി പറ്റില്ല, അയാൾക്ക് മാനിഫെസ്റ്റേഷൻ സ്പീഡാവും. അപ്പം ഇതൊരു എനർജി ബേസ്ഡ് യൂണിവേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കൂ. അതുകൊണ്ടാണ് ചില ആളുകൾ കഷ്ടപ്പെട്ട് കുറെ പഠിക്കും, കുറെ കാര്യങ്ങൾ ചെയ്യും, അയാൾക്ക് സാമ്പത്തികമായി ഒരു ഉന്നമനം ഉണ്ടാവില്ല. അതിന് കാരണം എന്താണ്? അയാൾ എനർജറ്റിക്കലി അലൈൻഡ് അല്ല, അയാൾ ചിന്തകൾ അലൈൻഡ്, പ്രോപ്പർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പല ആളുകൾക്കും ജീവിതത്തിൽ സാമ്പത്തികമായി താഴെ കടയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഭയങ്കരമായ സാമ്പത്തിക നിലയിലേക്ക് എത്താനുള്ള അയാൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നത് വെച്ചാൽ അയാൾ ഈ മാനിഫെസ്റ്റേഷൻ, ഇപ്പൊ നമ്മളെ പോലുള്ള ട്രെയിനേഴ്സ് ചെയ്യുന്ന എന്താണ്? നിങ്ങളുടെ ഈ എനർജി ഗ്യാപ്പ് ഫില്ല് ചെയ്ത് തരാ ചെയ്യാം. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ, നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ നേടിയെടുക്കാൻ ഇത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊരു എനർജി ബേസ്ഡ് യൂണിവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു PSC പരീക്ഷയ്ക്ക് ഒരാൾ പഠിക്കുമ്പോൾ നോർമൽ രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ചാലേ ഇത് കിട്ടൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടത്? നിങ്ങൾ ട്രെയിൻഡ് ആണ്, നിങ്ങൾ പ്രോഗ്രാംഡ് ആണ്. ഇഫ് യു ഹാർഡ് വർക്ക് ഒള്ളി നിങ്ങൾക്ക് പൈസ കിട്ടും. നിങ്ങൾ ട്രെയിൻഡ് ആണ്. ഈ ലോകത്തെ എല്ലാ ആളുകളും കഷ്ടപ്പെട്ടാണോ പൈസ ഉണ്ടാക്കുന്നത്? കടമുറികളൊക്കെ കെട്ടി വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്, അവർ കഷ്ടപ്പെട്ടാണോ പൈസ ഉണ്ടാക്കുന്നത്? ലോണുകൾ എടുത്ത് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അത് നമ്മുടെ പൈസയാണോ? നാട്ടുകാരുടെ പൈസയല്ലേ ലോണായിട്ട് എടുക്കുന്നത്. അപ്പോ ഈ ലോകത്ത് നമ്മുടെ കേരളത്തിലെ കുറെ ആളുകളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇവര് ജീവിതകാലം മുഴുവൻ ഹാർഡ് വർക്ക് ചെയ്യും, ജീവിതകാലം മുഴുവൻ ഹാർഡ് വർക്ക് ചെയ്യും. അവർക്ക് എന്ത് ചെയ്യില്ല, സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല. ഇൻവെസ്റ്റ്മെന്റുകളെ പറ്റിയും കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഞാൻ മാനിഫെസ്റ്റേഷൻ പൈസ അല്ല, നമ്മൾ പൈസയ്ക്ക് വേണ്ടി പണിയെടുത്താൽ, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. നമ്മൾ പൈസയ്ക്ക് വേണ്ടി പണിയെടുത്താൽ നമുക്ക് കുറച്ച് പൈസ കിട്ടും. അത് പൈസ എനർജറ്റി, കാരണം പൈസ നമുക്ക് എപ്പോഴും വരണമെങ്കിൽ, നമുക്ക് കൂടുതൽ പൈസ വരണമെങ്കിൽ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കണം. മാനിഫെസ്റ്റേഷൻ്റെ ഞാൻ രണ്ടുകൂടെ കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. ആദ്യം ആ തിയറി പറയാം, അത് മാനിഫെസ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടല്ല. നമ്മൾ പൈസ കൊണ്ട് പണിയെടുപ്പിച്ചാലേ നമുക്ക് കൂടുതൽ പൈസ കിട്ടും. ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്നത് പൈസ, അവരുണ്ടാക്കിയ കാശിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, ഒരു സ്റ്റാഫിനെ വയ്ക്കുന്നു, അതൊക്കെ ചെയ്യുന്ന പ്രോസസ്സ് അതാണ്. ഞാൻ മറ്റത് തെറ്റാണെന്നല്ല പറയുന്നത്, കൂടുതൽ പൈസ ഉണ്ടാക്കാനുള്ള റൂട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? വൈ ബിക്കാസ് എന്നുള്ളത് പറയും, അത് മാനിഫെസ്റ്റേഷൻ റൂട്ടിൽ പറയും. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. നമ്മൾ റിലാക്സ് ആയിട്ട്, നമ്മളൊരു ഹാർഡ് ജോബ് ചെയ്യുമ്പോൾ അയാൾക്ക് ഒരിക്കലും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ചൊക്കെ പാഷനേറ്റ് ആണെങ്കിൽ അയാൾ റിലാക്സ്ഡ് ആവും. ഈ പാഷനേറ്റ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളെ കണ്ടല്ലേ അറിയാം, അവരൊക്കെ കൂടുതൽ കാശ് ഉണ്ടാക്കുന്നുണ്ട്. യൂട്യൂബേഴ്സ് ട്രാവൽ ചെയ്ത്, കാരണം അവർ പാഷനേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ഈ ഹാർഡായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് സ്വസ്ഥം ഉണ്ടാവും. ഇത്രയും കഷ്ടപ്പെട്ടു എന്നുള്ള ലെവലിൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ കിട്ടില്ല. അപ്പം
പൈസയെ കൊണ്ട് പണിയെടുപ്പിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എനർജറ്റിക്കലി അതുകൊണ്ട് നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും. നമ്മൾ റിലാക്സ്ഡ് അല്ല. ഈ ബിസിനസ്സുകാർ തന്നെ എല്ലാ ആളുകളും കാശ് ഉണ്ടാക്കുന്നില്ല. ബിസിനസ് വർക്ക് ചെയ്യുമെന്ന് ടെൻഷൻ അടിക്കുന്ന ആളുകളൊന്നും കാശ് ഉണ്ടാക്കുന്നുണ്ടാവില്ല. നമ്മുടെ ഒരു മെന്റർ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ആരോമിലെ നീ ഏത് സംഭവം, നീ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു, നീ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ലോകം എങ്ങനെയാണെന്ന് പഠിച്ച, ഈ പ്രപഞ്ചം, ഈ മനുഷ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പഠിച്ച ആളുകൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ടെൻഷൻ അടിക്കേണ്ടതില്ല. ഞാൻ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ ഞാൻ കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കൂടി ഞാൻ പിന്നെ അത് ഞാൻ സ്ഥിരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അത് താഴെ പോകുന്നുള്ള എനിക്ക് സംഭവമേ ഇല്ല. കാരണം എന്താണ്, ഞാൻ ഞാൻ പോസിറ്റീവ് അഫർമേഷൻ, ആ കമ്പനിയുടെ വളർച്ച നേരിട്ട് ആ കമ്പനിയിൽ പ്രവർത്തിക്കാതെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ ചിന്തകൾ കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ എല്ലാ ആളുകളും കഷ്ടപ്പെട്ടല്ല പൈസ ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പൊ കാശുണ്ടാക്കുക, കാശുണ്ടാക്കിയിട്ട് കടമുറികൾ കെട്ടി വാടകയ്ക്ക് കൊടുക്കുക, എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ആ കൺസെപ്റ്റ് എല്ലാം നമ്മൾ ഈ ഹാർഡ് വർക്ക് ചെയ്താലേ കാശുണ്ടാക്കുക എന്നുള്ള ലിമിറ്റിംഗ് ആയിട്ടുള്ള, ബ്ലൈൻഡ് ആയിട്ടുള്ള റോങ് ഇൻഫർമേഷൻ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്നുണ്ടാണ് നിങ്ങൾക്ക് കാശുണ്ടാക്കുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് നോക്കി, മേക്കിംഗ് മണി സൂപ്പർ ഈസി, മേക്കിംഗ് മണി സൂപ്പർ ഈസി എന്ന് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കി ഡെയിലി. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ, എളുപ്പമായിട്ട് ഉണ്ടാക്കാനുള്ള വഴി നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പഠിച്ച അഫർമേഷൻ നിങ്ങൾ വിട്ടുപോകരുത്. അഫർമേഷൻ ഇതായിരുന്നു, ഐ ആം കംഫർട്ടബിൾ ഇൻ മേക്കിംഗ്. നിങ്ങൾക്ക് ഇപ്പൊ 10,000 രൂപയാണെങ്കിൽ നിങ്ങൾ ഒരു 1,00,000 രൂപ ആക്കുക. 1,00,000 രൂപ മാസം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ 10,00,000 രൂപ ഉണ്ടാക്കുക. 10,00,000 രൂപ എല്ലാ ദിവസവും രാവിലെ പറയാം, കംഫർട്ടബിൾ ഇൻ മേക്കിംഗ് 10 lakh rupees എ മന്ത്. ഐ ആം കംഫർട്ടബിൾ ഇൻ മേക്കിംഗ് 1 crore rupees എ മന്ത്. നിങ്ങൾക്ക് മന്ത് ആവാം, ഡെയിലി ആവാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. കാരണം ടൈം ഫ്രെയിം വയ്ക്കാത്തതായിരിക്കും ഏറ്റവും നല്ലത്. തൽക്കാലം നിങ്ങൾ ഇപ്പം മന്ത് എന്നുള്ള രീതി പറയുക. നമുക്കത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം നിങ്ങൾ 10,00,000 രൂപ വെച്ച് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയണം. എല്ലാ ദിവസവും പറയണം. കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 10,00,000 രൂപ കിട്ടി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഗോൾ ചേഞ്ച് ചെയ്ത് അടുത്തടുത്ത ഗോളിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ പ്രോസസ്സ്. കൃത്യമായിട്ട് നിങ്ങൾ ഈ അഫർമേഷൻ ഡെയിലി പറയാം, നിങ്ങളുടെ ലൈഫ് മാറും. വീണ്ടും പറയുന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട ട്രാക്കിൽ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ചിന്തകൾ കൺട്രോൾ ചെയ്യുന്ന ട്രാക്കിൽ വന്നില്ലെങ്കിൽ, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടു അത് 100% ഞാൻ ഉറപ്പുവരെ നിങ്ങൾക്ക് ലൈഫിൽ വിജയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പല ആളുകൾക്കും നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആകുമ്പോൾ, നിങ്ങളുടെ ചിന്തകൾ കൺട്രോൾ പോസിറ്റീവ് ആക്കുമ്പോൾ, അല്ലെങ്കിൽ പോസിറ്റീവ് ആക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ ഫ്രണ്ടിൽ കറക്റ്റ് കറക്റ്റ് കാര്യങ്ങൾ കൊണ്ടുതരും. നിങ്ങളുടെ ലൈഫിൽ ഈ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ജ്യോതിഷം ആളുകൾ പറയുന്ന കണക്ക് ദൈവം മുൻകൂട്ടി പ്രീ ക്രിയേറ്റഡ് ആയിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫില് ഈ ഈ കാര്യങ്ങൾ, നടന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുക. നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത്, നിങ്ങൾക്ക് ഹെൽത്ത് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്, നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ അത് അസുഖങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അല്ലെങ്കിൽ എല്ലാം യു ആർ ദി ക്രിയേറ്റർ. സങ്കല്പ സൃഷ്ടിയാണ്, സങ്കല്പമാണ് സൃഷ്ടിയായി മാറുന്നത്. പല ആളുകളും ഇപ്പൊ സിനിമ ഫീൽഡിലൊക്കെ വരുന്ന ചില ആളുകളൊക്കെ, ടൊവിനോ തോമസിനെ പോലുള്ള ആളുകളൊക്കെ പെട്ടെന്ന് സക്സസ് ആയി, ഒരു പിടിപാടും ഇല്ലാതെ. അതെന്താണ്? ഹീസ് എനർജറ്റി, അറിഞ്ഞോ അറിയാതെ ഹീസ് എനർജറ്റിക്കലി അലൈൻഡ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ആറ്റിറ്റ്യൂഡ് എന്ന് അറിയാം, എന്ത് കാര്യവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുക. അതൊക്കെ നമ്മൾ ആ മനസ്സിന്റെ പവർ, അവരൊന്നും അറിയാതെ ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഇതാണ് ഈ ലോകം എന്ന് പറയുന്ന സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അല്ല എങ്കിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടും കാര്യമില്ല. എഴുതി തരാം, ദിസ് ഈസ് ആൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. അത് എപ്പോഴും മനസ്സിൽ വേണം. യു ആർ എ വൈബ്രേഷണൽ ബീയിങ്. യു ആർ എമിറ്റിംഗ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇലക്ട്രിക് സിഗ്നൽ എന്ന് നമ്മളൊരു ചിന്തിക്കുമ്പോൾ, ഇലക്ട്രിക് സിഗ്നൽ എന്ന് പറയുന്നത് ആ തോട്ട് പ്രോസസ്സാണ്. മാഗ്നറ്റിക് സിഗ്നൽ എന്ന് പറയുന്നത് ആ ഇമോഷനാണ്, ആ സന്തോഷമാണ്, ആ ഫീലിങ്സ് ആണ്. ഇത് രണ്ടോട് ചേരുമ്പോഴാണ് ഓരോ നിമിഷവും നിങ്ങൾ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരാളെ പറ്റി നിങ്ങളൊരു ചിന്ത ചിന്തിച്ചു. ആ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വാക്ക് കൊണ്ട് പോലും അയാളുടെ അടുത്ത് സംസാരിക്കുകയാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ, ഒരാളെ പറ്റി ഒരു മോശമായ ചിന്ത നിങ്ങൾ ചിന്തിച്ചു, മോശമാകുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും. ആ ചിന്ത നിങ്ങൾ അയാളുടെ മുഖത്ത് പോയി നോക്കണം. അയാളുടെ മുഖത്തെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് മനസ്സിലാകും, അയാൾക്ക് ആ ചിന്ത കിട്ടിയിട്ടുണ്ട്.
ആ നിമിഷം കിട്ടുകയാണ് ആ ചിന്ത, നിങ്ങൾ ചിന്തിക്കുന്ന ചിന്ത. ഈ നിമിഷം നിങ്ങളെ കൂടി ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എൻ്റെ കൃത്യമായിട്ടുള്ള പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാവുള്ളൂ എന്ന് ഞാൻ, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പെയ്ഡ് ക്ലാസ്സിലാണ് പഠിപ്പിക്കുക. അതിൻ്റെ കറക്റ്റ് പ്രോസസ്സുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഓക്കെ, എന്ത് എങ്ങനെയെന്നുള്ളതൊക്കെ. അപ്പം ഞാനത് റീപ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും നാളത്തെ നിങ്ങളുടെ ചിന്തകളുടെ ആകത്തുക മാത്രമാണ് നിങ്ങൾക്ക് ചുറ്റും എന്തുണ്ടോ അതെല്ലാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കട്ടിൽ കിടക്കുന്ന കട്ടിലോ, ആ ദിവസവും ആഹാരം കിട്ടുന്നുണ്ടോ, വീടുണ്ടോ, കാറുണ്ടോ, അല്ലെങ്കിൽ സ്കൂട്ടറുണ്ടോ, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടോ, എല്ലാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കണം. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ മാനിഫെസ്റ്റേഷൻ ട്രെയിനേഴ്സ് പഠിപ്പിച്ച് ഇതിനെല്ലാം അറിഞ്ഞുകൊണ്ട് എങ്ങനെ ചെയ്യാം. ആ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള അധ്വാനത്തെ കുറയ്ക്കാം. ഒരു PSC പഠിക്കുന്ന ഒരു കുട്ടി, 2 PSC പഠിക്കുന്ന കുട്ടി, മാനിഫെസ്റ്റേഷൻ ഫോളോ ചെയ്യുന്ന ആൾ, അവൻ പഠിക്കുന്ന കാര്യങ്ങൾ എക്സാമിന് വരും എന്നുള്ളതാണ്. അവൻ പഠിക്കുന്ന ടോപ്പിക് എക്സാമിന് വരും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ മാനിഫെസ്റ്റേഷൻ ഫോളോ ചെയ്യുന്നില്ല, അവൻ പക്ഷെ ഭയങ്കര കൂളാണ്. അവൻ കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചുകൊണ്ട് വരും, നോക്കുമ്പോൾ അവൻ പഠിപ്പിക്കുന്നില്ല, എക്സാമിന് വരികയും ചെയ്യും. അവൻ സമയം പെട്ടെന്ന് തന്നെ, അവൻ എല്ലാം പഠിക്കില്ല. പക്ഷെ ബാക്കിയുള്ള ആളുകൾ ഇരുന്ന് കഷ്ടപ്പെട്ട് കുറെ പഠിച്ചിട്ട് വരും. അവ അവനെക്കാട്ടി മിടുക്കരായ പയ്യന്മാരായിരിക്കും, പക്ഷെ അവര് പഠിക്കുന്ന തൊട്ട് ഇതിൻ്റെ അകത്ത് വരത്തുമില്ല, അവർക്ക് ആ റിസൾട്ട് കിട്ടത്തുമില്ല. അതിന് കാരണം എന്താണ്? അവൻ അറിഞ്ഞോ അറിയാതെ അവൻ കൂളാണ്, സൂപ്പർ കൂളാണ്. അതൊരു മാനിഫെസ്റ്റേഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ വരും. അതിനു മുന്നേ ഇതുപോലുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ കൂടെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നമ്മുടെ ഫ്രീ ആയിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അത് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഫ്രീ ലൈവ് ക്ലാസ്സസ് കിട്ടും. അത് കൂടാതെ പെയ്ഡ് ക്ലാസ്സിൽ ആ അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന പെയ്ഡ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ക്ലാസ്സിലായിരിക്കും കൊടുക്കുക. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ പെയ്ഡ് ക്ലാസ് ഡീറ്റെയിൽസ് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഹീലിങ്സ് വരുന്നുണ്ട്. ഒരു പാത്രത്തിൽ ചെളി ഉണ്ടെങ്കിൽ ചെളി കോരി കളഞ്ഞ് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അത് വരുന്നത് കാരണം ചെളി ഉണ്ടെങ്കിൽ ചെളി കോരി കളഞ്ഞാലേ ആ പാത്രത്തിൽ വെള്ളം കുടിക്കാൻ പറ്റും. അപ്പൊ അത് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിന്റെ അകത്താണ്. അതുകൂടാതെ ലിമിറ്റിംഗ് ബിലീഫുകളുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫുണ്ട്. നമ്മുടെ വളരെ പവർഫുൾ ആയ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടീസ് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ഹീലിങ്സ് വരുന്നുണ്ട് ഈ ക്ലാസ്സിലൊക്കെ, ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് പെയ്ഡ് ക്ലാസ്സിലൊക്കെ ഉള്ള ആളുകൾ. അപ്പൊ അത്തരത്തിലുള്ള പ്രോസസ്സുകൾ, ചക്ര ഹീലിങ്സ് ഒക്കെ വരുന്നുണ്ട്. എനർജി, അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല, വീഡിയോ കുറച്ച് ലെന്ത് ആയി പോകും യൂട്യൂബിൽ പോകുന്ന സമയത്ത്. അപ്പം അതിനെ പറ്റിയൊക്കെ ഞാൻ പഠിപ്പിച്ചു തരുന്ന ക്ലാസ്സാണ്. നിങ്ങൾ ഓരോ ആളുകൾക്കും ജോയിൻ ചെയ്യാം, നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. അപ്പോൾ ആ പെയ്ഡ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും ഈ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഈ ക്ലാസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ ഡീറ്റെയിൽസ് ഇടുന്നുണ്ട്, എൻ്റെ നമ്പർ തരുന്നുണ്ട്. ആ നമ്പറിൽ വന്ന് മെസ്സേജ് അയയ്ക്കുക, ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ കൃത്യമായിട്ട് ഇപ്പം ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. പെട്ടെന്ന് വന്നേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വന്നേ. യേശു സാർ, സണ്ണി സാർ ഒന്ന് പറഞ്ഞേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലാസ് സ്റ്റോപ്പ് ചെയ്യട്ടെ? അപ്പോൾ ഞാൻ ക്ലാസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ പറഞ്ഞ അഫർമേഷൻ മുടങ്ങാതെ എന്ത് കാര്യവും, ഇപ്പൊ ചില ആളുകളുണ്ട് ആദ്യമായിട്ടൊക്കെ ലാ ഓഫ് അട്രാക്ഷനെ പറ്റിയൊക്കെ കേൾക്കുന്ന ആളുകൾ ഇതിനങ്ങ് കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്യും. ഇതെന്തോ ഇതാണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. നിങ്ങൾ ഒരു ലൈഫിലുള്ള ഒരു കാര്യത്തെ നമ്മൾ റിജക്റ്റ് ചെയ്യരുത്. എൻ്റെ മെന്റർ എന്നെ പഠിപ്പിച്ച കാര്യം, നിങ്ങളുടെ ലൈഫിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നില്ല, അല്ലേ? നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്യാൻ പറയുന്നില്ല, എന്തെങ്കിലും ഡ്രഗ് കഴിക്കാൻ പറയുന്നില്ല, എന്തെങ്കിലും ഒരു സംഭവം, ഇന്ന ടാബ്ലറ്റ് കഴിച്ചാൽ നിങ്ങളുടെ ലൈഫ് മാറും. അത് ഡോക്ടർമാർക്ക് കഴിവുള്ളവരാണ് അത് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയും ഞാൻ ഒരു ഡിഗ്രി ആയിട്ട് അങ്ങനെ അങ്ങനെ പറയുകയല്ല. പക്ഷെ ഇത് നിങ്ങളുടെ ലൈഫിൽ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്, അല്ലേ? അപ്പോൾ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് ഫോളോ ചെയ്യാം. 100% കമ്മിറ്റ്മെന്റോട് കൂടി നിങ്ങൾ ഓരോ ദിവസവും ഇതിനെ ഫോളോ ചെയ്യാം. ഫോളോ ചെയ്തിട്ട് ഒരു കാരണവശാലും റിസൾട്ട് ഇല്ലെങ്കിൽ തള്ളിക്കളയാം. ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു പ്രത്യേകത, ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്? യു ആർ ലോ ഓഫ് അട്രാക്ഷൻ. ഈ ലോകത്ത് മനുഷ്യൻ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും പരമമായ അറിവ്. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യം റോണ്ടാബേൺ സീക്രട്ടിൽ എഴുതി വെച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് കേട്ടിട്ട് ആളുകൾ വേറെ എന്തോ ആണെന്നല്ല. നിങ്ങളാണ് സുഹൃത്തുക്കളെ ലോ ഓഫ് അട്രാക്ഷൻ. ഞാനും നിങ്ങളും ഒക്കെ എനർജിയാണ്. നമ്മൾ ഒറ്റ എനർജി സെന്റർ ആണ്. എന്നെ പോലെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ആളുകളാണ് നിങ്ങളും യൂസഫ് അലി സാറും ഒക്കെ. അവര് കോടികളൊക്കെ ഉണ്ടാക്കി അറിഞ്ഞോ അറിയാതെ ഈ ഒരു മനുഷ്യന്റെ തന്നെ കഴിവെന്നോ എന്ത് വേണോ അതിനെ പറയാം.
വാട്ട് യു തിങ്ക് യു ബിക്കം എന്ന് ബുദ്ധൻ എഴുതി വെച്ചു. സ്പിരിച്വലി പോകുന്ന എല്ലാ ആളുകളും തന്നെ അവരുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. 90 സംതിങ് അല്ലെങ്കിൽ സോറി -90 സംതിങ് ഉള്ള വലിയ മൗണ്ട് എവറസ്റ്റിലൊക്കെ ഇത്ര കൂടുതൽ തണുപ്പുള്ള സ്ഥലം ചെന്നിരുന്ന് നമ്മൾ മരിച്ചു പോകും. ഒരു വീഡിയോയിൽ കാണുന്നു, നമ്മൾ മൗണ്ട് എവറസ്റ്റ് ഒക്കെ ക്ലൈംബ് ചെയ്യുമ്പം കൃത്യമായിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തില്ലെങ്കിൽ കൈ മരവിച്ചു പോവുകയും ആ വിരൽ മുറിച്ചു കളയേണ്ടി വരുന്നു. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് യോഗികൾ ഇരിക്കുന്നു, ഒരു കുഴപ്പവുമില്ല, വെള്ളവും ആഹാരം ഇല്ലാതെ. അത് ബ്രീത്തിങ്ങിനുള്ള പവർഫുൾ, കാരണം ഈ ബ്രീത്തിങ് ഒക്കെ അവരുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളും അവർക്ക് കുറെ നിയമങ്ങൾ എന്നൊക്കെ പറയുന്ന പരിപാടികളുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇത് മൈൻഡ് തന്നെയാണ്. പക്ഷെ ആ മൈൻഡിനെ ബ്രീത്തിങ് ടെക്നിക്കുകളിലൂടെ, മെഡിറ്റേഷൻ രീതികളിലൂടെ അവർ ആ മൈൻഡിനെ ഉയർത്തുന്നതാണ്. അപ്പം അങ്ങനെ മനുഷ്യരിയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതാണ് എന്തുകൊണ്ട് ആഹാരം ഇല്ലാതെ ഇരിക്കുക, അത് മൈൻഡിന്റെ പവറാണ്. റൊണാൾഡോ പറയുന്നു അദ്ദേഹത്തിന്റെ മൈൻഡ് 37-ാം വയസ്സിലും 38-ാം വയസ്സിലും ഇപ്പോഴും കളിക്കാൻ പറ്റുന്നത്. റൊണാൾഡോ പറയുന്നു അദ്ദേഹത്തിന്റെ മൈൻഡിന്റെ പവറാണ്. വിരാട് കോഹ്ലി, ഒരു അമ്പയർ പറഞ്ഞാണ്, വിരാട് കോഹ്ലിയുടെ ബോഡി 37-ാം വയസ്സിൽ ഇപ്പോഴും കംപ്ലീറ്റ്ലി ഫിറ്റ് ആണ്. സുനിൽ ഛേത്രി, ഹാർദിക് പാണ്ഡ്യ, ഇതെല്ലാം മനസ്സിന്റെ പവറാണ്. കാരണം വി ആർ എ വൈബ്രേഷൻ ബി. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ മറ്റെന്ത് ക്ലാസ്സിന് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഇതിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുക. ഞാനത് ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തു, ഇനി വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. കാരണം ഐ ആം ഇൻവെസ്റ്റിംഗ് ഓൺ മൈ സെൽഫ്. ഈ ക്ലാസ് എടുക്കുന്നതിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി എനിക്ക് തന്നെയാണ് ഉപയോഗം ഉണ്ടാകുന്നത്. ഞാൻ എന്നെ തന്നെയാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ കാര്യം പോട്ടെ, എല്ലാം ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. നിങ്ങൾ ബില്യണറായി മാറും. അപ്പം അതുകൊണ്ടാണ് പല ആളുകൾക്കും സ്ട്രഗിൾ ചെയ്യുക, നിങ്ങൾ അറിയുന്നില്ല. അവർ നോക്കുമ്പോൾ എല്ലാ ആളുകൾക്കും ഞാൻ നന്മ ചെയ്യുന്നു, ദൈവം എന്തിനാണ് എന്നെ ദ്രോഹിച്ച. നിങ്ങൾ മറ്റുള്ള മനുഷ്യന് നന്മ ചെയ്താൽ നിങ്ങൾക്ക് ലൈഫ് മാറില്ല. നിങ്ങളോട് നന്മ ചെയ്യുന്നില്ല, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നില്ല, നിങ്ങളോട് മറ്റൊരാളെ സഹായിക്കുകയും നിങ്ങളെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ചിന്തകൾ കൊണ്ട്. നമ്മളെ കുത്തി നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളെ ആ എനർജറ്റിക്കലി വരാത്തതുകൊണ്ട്. അല്ലാതെ നിങ്ങൾ മറ്റൊരാളെ പോയി ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും പൈസ കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു റേഡിയോ ഫ്രീക്വൻസി കണക്ക് എനർജറ്റിക്കലി അതുമായിട്ട് അലൈൻഡ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടാൻ പോകും. പൈസ എന്നല്ല, എല്ലാ ഏരിയസ് ഓഫ് ലൈഫ്, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ. റിലേഷൻഷിപ്പുകളൊക്കെ പല ആളുകളും അയാളെ പറ്റി നെഗറ്റീവ് ചിന്തിച്ചിട്ടായിരിക്കും ഞാൻ ഒന്നും ആകൊണ്ട് മൊഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത്. അയാളെ പറ്റി ആ നിമിഷം നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചു, അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് മോശമായത്. നിങ്ങൾ നിങ്ങൾ പ്രാക്ടീസ്ഡ് വൈബ്രേഷൻ എന്ന് പറയും ഇബ്രാഹിം ഹിക്സ്. പ്രാക്ടീസ്ഡ് വൈബ്രേഷൻ, ഒരു വ്യക്തി അയാളുടെ പ്രാക്ടീസ്ഡ് വൈബ്രേഷൻ ആണ്, പ്രാക്ടീസ്ഡ് ഫ്രീക്വൻസി ആണ്, പ്രാക്ടീസ്ഡ് തോട്ട് പ്രോസസ് ആണ്. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾ കുറെ നാളായിട്ട് ഒരേ കാര്യം, ഇപ്പൊ കൊറോണ സമയത്ത് അല്ലെങ്കിൽ ഒരേ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു. ജോ ഡിസ്പെൻസർ പറയും നമ്മളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല പുതുതായിട്ട് ഒന്ന്. അപ്പൊ പിന്നെ നമ്മുടെ ലൈഫ് അങ്ങനെ തന്നെയാ പോവാ. നിങ്ങൾ എല്ലാ ദിവസവും നമ്മൾ നോക്കിയാൽ അറിയാം, ഒരേ സമയത്ത് ജോലി ചെയ്യുന്നു, വരുന്നു, മെത്തയൊക്കെ നോക്കുമ്പോൾ അറിയും ഒരേ രീതിയിൽ കിടക്കുന്നു. പല ആളുകളുടെ ജീവിതം അങ്ങനെയാ. ഒരേ സമയത്ത് അടുക്കളയിൽ വരുന്നു, ചിലപ്പോൾ കുളിക്കാനായിട്ട് പോകുന്നു, സോപ്പ് ഒരു സ്ഥലത്തിരിക്കുന്നു, അതേ സ്ഥലത്ത് തന്നെ വെക്കുന്നു. അപ്പൊ നിങ്ങളുടെ ലൈഫ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. നിങ്ങളുടെ തോട്ട് പ്രോസസ് നിങ്ങൾ ചേഞ്ച് ചെയ്തതൊക്കെ പുതിയ പുതിയ ഐഡിയാസ് നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. ഓക്കെ, ഇതൊക്കെയാണ്. കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ യു ആർ ദി പ്രാക്ടീസ്ഡ് വൈബ്രേഷണൽ ബീയിങ് എന്നുള്ളതാണ്. നിങ്ങളുടെ വൈബ്രേഷണലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ഒരു 0 വയസ്സ് തൊട്ട് ഇന്ന് 20, 30, 40 എത്ര വയസ്സ് നിങ്ങൾക്കുണ്ടെങ്കിലും ഇന്ന് വരെയുള്ള നിങ്ങളെ പ്രാക്ടീസ് വൈബ്രേഷൻ നാളെ, അതുകൊണ്ട് പാസ്റ്റ് ഇസ് പാസ്റ്റ്. ഈ നാളെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇന്ന് മുതലുള്ള പ്രാക്ടീസ്ഡ് വൈബ്രേഷൻ, പ്രാക്ടീസ്ഡ് തോട്ട് പ്രോസസ് മാറിയാൽ ഒരു ദിവസം 2 ദിവസം മാറില്ല. എബ്രാഹിം ഹിക്സ് എപ്പോഴും പറയുന്ന കാര്യം, ഇന്ന് ഒരു ചിന്ത ചിന്തിച്ചാൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ചിന്തകൾ വരും. ഈവൻ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ നെഗറ്റീവ് തോട്ട് പ്രോസസ്സുകളെ കടന്നു വരും ആദ്യം. പക്ഷെ അതിൽ ലൈഫിൽ അങ്ങനെയാണല്ലോ, നിങ്ങളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു പാമ്പ് വരും, മൃഗങ്ങൾ വരും, നമ്മളൊരു വഴി വെട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളുകൾക്ക് ഇങ്ങനെ വന്ന് വന്ന് പോകാം. അതേ കണക്ക് നമ്മുടെ ലൈഫിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആൾറെഡി പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്കുന്ന മറ്റൊരു വൈബ്രേഷൻ ആയതുകൊണ്ട് തന്നെ ആ വൈബ്രേഷൻ നിങ്ങളെ പുതിയ വൈബ്രേഷനിൽ പോകാൻ അനുവദിക്കില്ല. പക്ഷേ വീണ്ടും വീണ്ടും അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും പറയുന്ന കാര്യം, കൺസിസ്റ്റൻസി. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പ്രോസസ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്, അതിന് വളരെ പവർഫുൾ ഒരു സ്പെഷ്യൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലുള്ള ആളുകൾക്കറിയാം.
പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിലുള്ള കൃത്യമായിട്ട് അറിയാം. നമ്മളിപ്പോൾ ലാസ്റ്റ് ബാച്ചിൽ ഇൻക്ലൂഡ് ചെയ്തൊരു പുതിയൊരു ടോപ്പിക് ഉണ്ട്. ഈ ഞാൻ പുതിയ ടോപ്പിക്കുകൾ പുതിയ ബാച്ച്, കാരണം ഞാൻ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ടോപ്പിക്കുകളായി എനിക്ക് കിട്ടുന്ന പുതിയ പുതിയ അറിവുകൾ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ ഡൊണേറ്റ് ചെയ്യുകയാണ്. അതിപ്പോൾ ഈവൻ മേ ബി അടുത്തൊരു ബാച്ച് പുതിയ മൊഡ്യൂളായിട്ടോ അല്ലെങ്കിൽ പുതിയൊരു കോഴ്സായിട്ടോ ഒക്കെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ഈ ബാച്ചിലാണ് ഞാൻ 100% ഉറപ്പ് പറയും, ഈ ബാച്ചിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക്ക് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. കാരണം അത്രമാത്രം ഇൻഫർമേഷനാണ് നമ്മൾ ചെയ്യുന്ന. അടുത്ത ബാച്ചിന് അടുത്ത പവർഫുൾ ആവും, കാരണം ഞാൻ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ സമീപിക്കാം. നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി സെറ്റിൽഡ് ആവും. കാരണം ദിസ് ഈസ് ലൈഫ്, അല്ലാതെ നിങ്ങൾ കണ്ട ലൈഫ് അല്ല, ഹാർഡ് വർക്കിന്റെ ലൈഫ് അല്ല, നിങ്ങൾ കണ്ട ഓപ്പർച്യൂണിറ്റീസ് അല്ല. ഇത് ചേഞ്ച് ചെയ്താൽ എല്ലാം നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ മറ്റിതൊരു മോട്ടിവേഷണൽ ക്ലാസ് ആയിട്ട് കണ്ടുകളായിരുന്നു. ഓക്കെ, താങ്ക് യു. പുതിയൊരു ക്ലാസ്സിൽ കാണാം. ബൈ.